കാത്ത് ലാബുകളുടെ കാര്യം അദ്ദേഹം പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ഈ ചർച്ചയ്ക്കിടയിൽ അദ്ദേഹത്തിന് CPM-ന്റെ കേന്ദ്രങ്ങളിൽ നിന്ന് ആരോ അയച്ചു കൊടുത്തൊരു ക്യാപ്സ്യൂൾ പറഞ്ഞായിരിക്കണം. അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറവുകൊണ്ടായിരിക്കണം. അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത ജില്ലയായ എറണാകുളത്തെ ജില്ലാ ആശുപത്രിയിൽ കാത്ത് ലാബ് തുടങ്ങിയത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ്. എന്റെ ജില്ലയായ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ കാത്ത് ലാബ് തുടങ്ങുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ്. അത് മാത്രമല്ല, കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒരു മെഡിക്കൽ കോളേജ് എന്ന പ്രഖ്യാപനം ഉണ്ടാകുന്നതും അത് തുടങ്ങുന്നതും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ്. കേരളത്തിലെ ആരോഗ്യ ചികിത്സാ രംഗത്ത് ഏറ്റവും അധികം പിന്നോക്കം നിന്നിരുന്ന എല്ലാ ജില്ലകളിലും, കേരളത്തിലെ എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് അനുവദിച്ച സർക്കാരായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ. അന്ന് കേരളത്തിലെ MBBS സീറ്റുകൾ എണ്ണത്തിൽ എത്ര വർധനവുണ്ടായി, അത് കേരളത്തിലെ ആരോഗ്യ രംഗത്ത് എത്ര വിപ്ലവകരമായിട്ടുള്ള മാറ്റം കൊണ്ടുവന്നു. നിങ്ങൾ എന്താ ചെയ്തത്? അധികാരത്തിൽ വന്നപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ 2013 തറക്കല്ലിട്ട് ഫണ്ട് അനുവദിച്ച കാസർഗോഡ് മെഡിക്കൽ കോളേജിനെ നിങ്ങൾ ഇന്ന് എവിടെ എത്തിച്ചിട്ടുണ്ട്? അതിന് ആ കാസർഗോഡ് മെഡിക്കൽ കോളേജ് ഇന്നും ദുരവസ്ഥയിൽ കിടക്കുകയാണ്. നിങ്ങളെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നിങ്ങൾ അതിനൊരു കല്ലുപോലും എടുത്തു വെച്ചില്ല. വയനാട് മെഡിക്കൽ കോളേജ് ഉമ്മൻചാണ്ടി സർക്കാർ അനുവദിച്ചു, പണം അനുവദിച്ചു, 50 ഏക്കർ സ്ഥലം സൗജന്യമായി കിട്ടി. മെഡിക്കൽ കോളേജിന്റെ ബിൽഡിംഗ് തുടങ്ങാൻ, അവിടെ പണി ആരംഭിക്കാൻ നോക്കുമ്പോൾ നിങ്ങൾ ഉടക്കിട്ടു. നിങ്ങൾ ആ പണി തടസ്സപ്പെടുത്തി. അവസാനം മാനന്തവാടിയിൽ ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോയി മെഡിക്കൽ കോളേജ് എന്ന ബോർഡ് വെച്ചതിനപ്പുറം വയനാട് പോലെ ഒരു പിന്നോക്ക ആദിവാസി ഭൂരിപക്ഷ ജില്ലയ്ക്ക് ലഭിക്കേണ്ടിയിരുന്ന ആ മെഡിക്കൽ കോളേജ് പോലും നിങ്ങൾ ഉണ്ടാക്കിയില്ല. അവിടെ ഇപ്പോൾ ഉള്ളത് രാഹുൽ ഗാന്ധി അനുവദിച്ച ആംബുലൻസ് മാത്രമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ആളുകളെ കൊണ്ടുവരണം. മെഡിക്കൽ കോളേജിനായിട്ടുള്ള ഒരു സൗകര്യവും വയനാട്ടിലും കിട്ടുന്നില്ല. അതായത് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്നപ്പോൾ കേരളത്തിലെ ആരോഗ്യരംഗത്ത് വിപ്ലവകരമായിട്ടുള്ള മാറ്റം കൊണ്ടുവന്നു. എല്ലാ ജില്ലയിലും മെഡിക്കൽ കോളേജ്, നിങ്ങൾ പറഞ്ഞ സലാം പറഞ്ഞിട്ടുള്ള അതേ കാത്ത് ലാബ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ, പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എല്ലാം കൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാരാ. അത് മാത്രമല്ല, ഇന്നിപ്പോ പിണറായി വിജയൻ ഭരിക്കുന്ന സമയത്ത് നാട്ടിലൊരാൾക്ക് ഹൃദ്രോഗം വന്നാൽ എന്ത് ചെയ്യണം? നാട്ടിലെ ആളുകൾ കമ്മിറ്റി ഉണ്ടാക്കി, സലാമിനെ പോലെയുള്ള MLA-മാരെ നിർത്തി കമ്മിറ്റി ഉണ്ടാക്കി അവിടെ ജനങ്ങളിൽ പണപ്പിന് കൊടുക്കണം. ഞാൻ പറയട്ടെ, നാട്ടിലെ ഓട്ടോറിക്ഷക്കാർ, സലാം ഒരു സെക്കൻഡ് ഞാൻ പൂർത്തിയാക്കട്ടെ. പ്രതിപക്ഷ നേതാവ് പൂർത്തിയാക്കട്ടെ സലാം, ഞാൻ പൂർത്തിയാക്കട്ടെ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറയൂ. നാട്ടിലിപ്പോ ആലപ്പുഴയിൽ, സലാം, അമ്പലപ്പുഴയിൽ അങ്ങയുടെ നാട്ടിൽ ഒരാൾക്ക് ഒരു ഹൃദ്രോഗ ചികിത്സ ആവശ്യം വന്നാൽ, ഒരു കിഡ്നി മാറ്റി വെക്കൽ ആവശ്യം വന്നാൽ ഇപ്പൊ എന്ത് ചെയ്യണം? അങ്ങയുടെ നേതൃത്വത്തിൽ കമ്മിറ്റി ഉണ്ടാക്കും. ആ നാട്ടിലെ ഓട്ടോറിക്ഷക്കാർ ഒരു ദിവസത്തെ ഓട്ടത്തിന്റെ വരുമാനം ഈ കമ്മിറ്റിക്ക് കൊടുക്കും. നാട്ടിലെ കുട്ടികളടക്കം, നാട്ടിലെ സാധാരണക്കാർ, വ്യാപാരികളൊക്കെ ആ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യും. പ്രവാസികൾ ധാരാളമായി സംഭാവന ചെയ്യും. ബസ്സുകാർ ഒരു ദിവസത്തെ ട്രിപ്പ് മുടക്കി, അല്ലെങ്കിൽ ബസ്സുകാർ ഒരു ദിവസത്തെ വരുമാനം ആ ഫണ്ടിലേക്ക് കൊടുക്കും. അങ്ങനെയാണ് ഇന്ന് നാട്ടിൽ ഹൃദ്രോഗ ചികിത്സ, അല്ലെങ്കിൽ ഹാർട്ട് സർജറി, അതല്ലെങ്കിൽ കിഡ്നി മാറ്റി വെക്കൽ, ഗുരുതരമായിട്ടുള്ള അസുഖങ്ങൾക്ക് മുഴുവൻ ചികിത്സ നടക്കുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സലാം ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ കൊടുത്തിരുന്നെങ്കിൽ ആ റെക്കമെൻഡേഷൻ ലെറ്റർ തന്നെ ആ ചികിത്സയ്ക്ക് വേണ്ട പണം പാസ്സാക്കി കൊടുത്തിരുന്ന മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി. ഇന്ന് നിങ്ങൾ ഭരിക്കുമ്പോൾ ഈ നാട്ടിൽ ഞങ്ങൾക്ക് വേണ്ട, കോൺഗ്രസ്സുകാരെ വിട്ടേക്ക് ഏതെങ്കിലും ഒരു CPM-മാരുടെ ചികിത്സകൾ നടത്തി കൊടുക്കുന്നുണ്ടോ? സലാമിന്റെ നാട്ടിലൊരു ബ്രാഞ്ച് സെക്രട്ടറി ചികിത്സകൾ നടത്തി കൊടുക്കുന്നുണ്ടോ? ഞങ്ങളെ കാര്യം വിട്ടേക്ക്. പക്ഷേ ഈ നാട്ടിലെ പാവപ്പെട്ടവൻ ചികിത്സ കിട്ടാൻ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന കാരുണ്യ ബെനൻ ഫണ്ട് അട്ടിമറിച്ചാ നിങ്ങൾ. ഇന്ന് നാട്ടിലെ പാവപ്പെട്ടവൻ ചികിത്സ കിട്ടുന്നുണ്ടോ? നാട്ടിൽ പണപ്പിരിവ് നടത്തണം, അല്ലെങ്കിൽ ഇവിടുത്തെ നന്മമരങ്ങൾ വന്ന് വീഡിയോ പിടിച്ച് അങ്ങനെ പണം പിരിച്ച് ജനങ്ങൾക്ക് കൊടുക്കണം. അതല്ലാതെ നാട്ടിലെ ജനങ്ങളെ പിരിച്ചിട്ടാണ്, പണപ്പിരിവ് നടത്തി, പിന്നെ പാട്ടപ്പിരിവ് നടത്തിയാണ് നാട്ടിൽ ജനങ്ങൾ ഇപ്പൊ ചികിത്സിക്കുന്നത്. നിങ്ങൾ ഇതുപോലും കാണുന്നുണ്ടോ? ഇത് കണ്ടിട്ടാണോ നിങ്ങൾ കേരളത്തിലെ ആരോഗ്യ രംഗത്തെ കുറിച്ച് മേനിയടിക്കുന്നത്? ഉമ്മൻചാണ്ടി സർക്കാർ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു കേരളത്തിലെ ആരോഗ്യ രംഗത്ത്. നിങ്ങൾ അത് മുഴുവൻ തകർത്തവരാണ്. ആ മെഡിക്കൽ കോളേജുകൾ പോലും, ഉമ്മൻചാണ്ടി സർക്കാർ തുടങ്ങിയ മെഡിക്കൽ കോളേജുകൾ പോലും ഇന്ന് നിങ്ങൾ ഫണ്ട് അനുവദിക്കാതെ തകർത്ത് തരിപ്പണമാക്കില്ലേ? കാസർഗോഡ് നിങ്ങൾ പോയി നോക്ക്, വയനാട്ടിൽ പോയി നോക്ക്. 2 ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. 2 മെഡിക്കൽ കോളേജുകൾ, ഏറ്റവും അധികം ആരോഗ്യ ചികിത്സാ രംഗത്ത് കേരളം ഏറ്റവും അധികം പ്രയാസം അനുഭവിക്കുന്ന 2 ജില്ലകളിൽ പോലും നിങ്ങൾക്ക് കാര്യക്ഷമമായി ഇടപെടൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ കോവിഡ് കാലത്ത് കാസർഗോഡ് ജനങ്ങൾ അനുഭവിച്ചിട്ടുള്ള പ്രയാസത്തിന് വല്ല കയ്യും കണക്കും ഉണ്ടോ? നിങ്ങൾ എന്തൊക്കെ അവകാശവാദങ്ങൾ ഉന്നയിച്ചാലും കാസർഗോഡും വയനാട് മാത്രം പോയി നോക്കിയാൽ മതി. നിങ്ങളുടെ ഈ ആരോഗ്യ രംഗത്തെ പിടിപ്പുകേടിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ കാണാം. പലപ്പോഴും കേരളത്തിലെ മന്ത്രിമാർ നീതി ആയോഗുമായി ബന്ധപ്പെടുത്തി പല കണക്കുകളും ഉദ്ധരിച്ചുകൊണ്ട് ഞങ്ങൾ കേരളം നമ്പർ 1 ആണെന്ന് പറയാറുണ്ടല്ലോ. കേരളം നമ്പർ 1 ആണെന്ന് പറയുന്നത് നമുക്കൊക്കെ അഭിമാനമുള്ള കാര്യമാണ്. പക്ഷേ ഈ നീതി ആയോഗുമായി ബന്ധപ്പെടുത്തി രാജീവൊക്കെ ചില കണക്കുകൾ, പല കള്ളക്കണക്കുകൾ പോലും പ്രചരിപ്പിച്ചുകൊണ്ട് അതിനെ കൊട്ടിഘോഷിക്കുന്ന സമയത്ത് ഇതേ നീതി ആയോഗ് കേരളത്തിലെ ആരോഗ്യരംഗവുമായി ബന്ധപ്പെടുത്തി പുറത്തുവിട്ടുള്ള കണക്കുകൾ കൂടി പരിശോധിക്കേണ്ടത്. ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്ത്, CPM-ന്റെ സുഹൃത്ത് ശ്രീ സലാമിനോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ നീതി ആയോഗിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ആരോഗ്യ സൂചിക, നമ്മൾ 1-ാം സ്ഥാനത്തുണ്ടായിരുന്ന ആരോഗ്യ സൂചികയിൽ എങ്ങനെയാണ് നമ്മൾ 5-ാം സ്ഥാനത്തേക്ക് പോയത്? എന്തുകൊണ്ടാണ് നമ്മൾ 5-ാം സ്ഥാനത്തേക്ക് വന്നത്? എങ്ങനെയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ പോലും നമുക്ക് മുൻപിലെത്തിയത്? ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമല്ലേ അത്? അപ്പൊ എത്രയോ കാലമായി നമ്മൾ ഒന്നാം രംഗത്തുണ്ടായിരുന്ന കേരളത്തിലെ ആരോഗ്യ സൂചിക ദേശീയ കണക്കെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 5-ാം സ്ഥാനത്തേക്ക് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ പോയിരിക്കുന്നു, കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ പോയിരിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമല്ലേ? രണ്ടാമത്തെ കാര്യം, നമ്മളെ ഏറ്റവും അധികം നമ്മൾ പ്രശംസിക്കപ്പെട്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ കാര്യത്തിലാണ്. പ്രതിരോധ കുത്തിവയ്പ്പിൽ 92% നമ്മൾ പ്രതിരോധ കുത്തിവയ്പ്പ് എടുത്തിരുന്നെങ്കിൽ ഇന്നത് 85% ചുരുങ്ങിയിരിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു?
ഇവിടെ CPM-ന്റെ പ്രതിനിധി ശ്രീ സലാം പറയുന്നത് കേരളത്തിലെ ആരോഗ്യരംഗത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, ആശുപത്രികളിൽ ഒരുപാട് നവീനമായിട്ടുള്ള കാര്യങ്ങൾ, സർക്കാർ ആശുപത്രികളുടെ സേവന പ്രവർത്തനങ്ങളിൽ ഒരുപാട് മെച്ചപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് കണക്കുകൾ പ്രകാരമാണ്. കണക്കുകൾ പ്രകാരം കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ നേടുന്നവരുടെ എണ്ണം കുറഞ്ഞിരിക്കുകയാണ്. കേരളത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലും ചികിത്സ തേടിയെത്തുന്ന സാധാരണക്കാരുടെ എണ്ണം എങ്ങനെ കുറഞ്ഞു? നിങ്ങൾ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ വരുന്ന രോഗികളുടെ എണ്ണം കൂടുകയല്ലേ വേണ്ടത്? എന്തുകൊണ്ടാണ് കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിലേക്ക് കൂടുതലായിട്ട് ആളുകൾ പോകുന്നത്? അപ്പോൾ സർക്കാർ ആശുപത്രികളിലെ സേവനത്തിൽ വന്നിട്ടുള്ള കുറവ്, അവിടെ മരുന്നില്ല, ചികിത്സയില്ല, സർജിക്കൽ എക്യുപ്മെന്റ്സ് ഇല്ല എന്ന് പരാതി പറഞ്ഞത് ആരാണ്? ഇടതുപക്ഷ സർക്കാരിന്റെ ഒരു പ്രചാരകനായിട്ട് നിലകൊണ്ട തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം മേധാവിയായിരുന്ന ഡോക്ടർ ഹാരിസ് ചിറക്കൽ സാമൂഹ്യ മാധ്യമങ്ങൾ പച്ചയ്ക്ക് എഴുതിയില്ലേ, എന്റെ മകന്റെ പ്രായമുള്ള കുട്ടിയോട് സർജറി മാറ്റി വെക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ എനിക്ക് വല്ലാതെ വേദനിക്കുന്നു എന്ന് അദ്ദേഹം എഴുതിയില്ല. അതിന്റെ പേര് നിങ്ങൾ ഹാരിസ് ചിറക്കലിനോട് ചെയ്തത് എന്താണ്? അദ്ദേഹത്തെ നിങ്ങൾ ക്രൂശിക്കാൻ ശ്രമിച്ചില്ല, അദ്ദേഹത്തെ നിങ്ങൾ കള്ളനാക്കാൻ ശ്രമിച്ചില്ലേ? ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് ഗവൺമെന്റ് അവിടുത്തെ കഫീൽ ഖാൻ എന്ന് പറയുന്ന ഡോക്ടറോട് കോവിഡ് കാലത്ത് ചെയ്തതിന് സമാനമായി ഈ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ നിങ്ങൾ വേട്ടയാടാൻ ശ്രമിച്ചില്ലേ? ഇതൊക്കെ കേരളം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? എത്രയോ മെഡിക്കൽ നെഗ്ലിജൻസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 10 വർഷക്കാലത്തിനുള്ളിൽ വന്നിട്ടുള്ള, ഇനി വേണ്ട കഴിഞ്ഞ 5 വർഷക്കാലത്തിനുള്ളിൽ വന്നിട്ടുള്ള എത്രയോ കേസുകൾ. ഇപ്പൊ നമ്മൾ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ചില ഉദാഹരണങ്ങൾ മാത്രം വെച്ച് പറയണ്ട, കഴിഞ്ഞ 5 വർഷക്കാലത്തിനുള്ളിൽ എത്രയോ കാര്യങ്ങൾ വന്നു. ഈ വിഷയങ്ങളൊക്കെ വരുമ്പോൾ കേരളത്തിലെ ബഹുമാന്യായിട്ടുള്ള ആരോഗ്യമന്ത്രിയും കേരളത്തിലെ സർക്കാരും കേരളത്തിലെ CPM നേതൃത്വവും സ്വീകരിക്കുന്ന നിലപാടെന്താ? ധാർഷ്ട്യത്തോടെ, ധിക്കാരത്തോടെ ഇതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന രീതിയിൽ വെല്ലുവിളിയുമായിട്ട് വരികയല്ലേ? ഇവിടെ ഇപ്പോ കുറച്ച് മാസങ്ങൾക്ക് മുമ്പല്ലേ കോട്ടയം മെഡിക്കൽ കോളേജിലെ ബിൽഡിംഗ് ഇടിഞ്ഞു വീണ് അതിനകത്ത് പെട്ട് ഒരു കൂട്ടിരിപ്പിന് വന്ന ഒരു വീട്ടമ്മ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അന്ന് എന്താ ഇവര് സ്വീകരിച്ച നിലപാട്? അങ്ങനെ ഒരാൾ അതിനകത്ത് പെട്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞ അവസാനം തെരഞ്ഞപ്പോ ആ മൃതദേഹം നമ്മൾ കണ്ടെത്തിയില്ലേ? ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഒരു കുട്ടിയുടെ ചികിത്സയ്യുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ നെടുമങ്ങാട് ആശുപത്രിയിലെ ചികിത്സയുമായി ബന്ധപ്പെട്ടൊക്കെ ഗുരുതരമായിട്ടുള്ള ചികിത്സാ പിഴവുകൾ സംഭവിക്കുകയും ഈ സർജറിക്ക് ശേഷം സർജിക്കൽ എക്യുപ്മെന്റ്സ് വയറിൽ വെച്ച് മറന്നു പോകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നത്, ശരീരത്തിൽ വെച്ച് മറന്നുപോയി ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുന്നത്, അത് വളരെ ഗുരുതരമായിട്ടുള്ള സാഹചര്യം. ഇതൊക്കെ എങ്ങനെയാണ് ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ന്യായീകരിക്കാൻ സാധിക്കുന്നത്? അതുമായി ബന്ധപ്പെടുത്തി അതൊക്കെ കേവലം ചികിത്സാ പിഴവുകൾ മാത്രമായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് വ്യാഖ്യാനിക്കാൻ കഴിയുന്നത്? അപ്പോൾ സർക്കാരിന്റെ ഒരു വലിയ വീഴ്ചയുടെ ഭാഗമായി കേരളത്തിലെ ആരോഗ്യരംഗത്ത് സംഭവിച്ചിട്ടുള്ള ഗുരുതരമായിട്ടുള്ള കീഴ്പോട്ട് പോക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണിത്. നമ്മൾ ഒരു കാലത്ത് അഭിമാനത്തോടെ 1-ാം നമ്പർ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് കേരളം തകർന്ന് തരിപ്പണമായിരിക്കുന്നു ആരോഗ്യ ചികിത്സാ രംഗത്ത്. ഇന്ന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ പോലും നമ്മളെക്കാൾ മുൻപന്തിയിൽ പോകുന്നു എന്ന് നീതി ആയോഗിന്റെ, അതായത് CPM-ന്റെ സർക്കാർ അവർ 1-ാം നമ്പർ ആണെന്ന് അവകാശപ്പെടാൻ വേണ്ടി ഉദ്ധരിക്കുന്ന അതേ നീതി ആയോഗിന്റെ റിപ്പോർട്ട് അനുസരിച്ച് 5-ാം സ്ഥാനത്ത് എങ്ങനെ പോയി എന്നുള്ളത് നമ്മൾ പരിശോധിക്കണ്ടേ? അതുപോലെ തന്നെ കേരളത്തിലെ ഈ ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട ഫിസിക്കൽ ബഡ്ജറ്റ്, അതിന്റെ കാര്യത്തിൽ നമ്മൾ 15-ാം സ്ഥാനത്തേക്കാണ് പോയിരിക്കുന്നത്. 18 സംസ്ഥാനങ്ങളുടെ റാങ്കിങ്ങിൽ 15-ാം സ്ഥാനത്തിരിക്കുന്നു. അതായത് ആരോഗ്യരംഗത്ത് ബജറ്റ് കൃത്യമായി വിനിയോഗിക്കുന്നതിൽ നമ്മൾ സമ്പൂർണ്ണമായിട്ടുള്ള പരാജയമായിരിക്കുന്നു. ശസ്ത്രക്രിയയൊക്കെ നടക്കുന്നതെന്നാണ് ശ്രീ സന്ദീപ് വാര്യർ. പക്ഷേ ഡോക്ടർമാർ പറയുന്ന ആ പ്രോട്ടോകോൾ നോക്കിയാൽ ഇവിടെ ഒരു ശസ്ത്രക്രിയ നടക്കില്ല എന്ന്, അങ്ങനെയുള്ള സംവിധാനങ്ങളെ ഇവിടെ ഇല്ല എന്ന്. അല്ല, ഞാൻ പറയുന്നത് കേരളം ഒരു കാലത്ത് ആർജിച്ചെടുത്തിട്ടുള്ള എല്ലാ മുൻതൂക്കങ്ങളും നമ്മുടെ അഭിമാനങ്ങളായിട്ടുള്ള ആരോഗ്യരംഗത്തെ എല്ലാ പാരാമീറ്റേഴ്സിനെയും ഇവർ ഭേദിച്ചിരിക്കുകയും ഇവർ തകർത്തിരിക്കുകയാണ്. ഇനി കേരളം അത്രത്തോളം മുൻപന്തിയിലാണെങ്കിൽ എന്തിനാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് അമേരിക്കയിലേക്ക് പോകുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ മുഖ്യമന്ത്രിക്ക് നല്ല ചികിത്സ കിട്ടണ്ട എന്ന് പറയുന്നയാളല്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തിന് മികച്ച ചികിത്സ കിട്ടണം. അദ്ദേഹത്തിന് നല്ല ചികിത്സ കിട്ടുന്നത് അമേരിക്കയിലാണെങ്കിൽ അവിടെ തന്നെ പോട്ടെ. പക്ഷേ കോവിഡിന്റെ മരുന്ന് ചോദിച്ചിട്ട് എന്നെ അമേരിക്കയിൽ നിന്ന് ഫോൺ ചെയ്തു എന്ന് കള്ളപ്രചരണം നടത്തരുത്, വ്യാജ പ്രചരണം നടത്തരുത്, തള്ളു നടത്തരുത്. PR തള്ളു മാത്രമായിട്ട് മാറുകയാണ്. ഇവിടെ ആരോഗ്യ മേഖലയിൽ ജനങ്ങൾക്ക് വേണ്ട സേവന പ്രവർത്തനങ്ങൾ ചെയ്യാതെ PR എക്സൈസ് മാത്രമായിട്ട് കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മാറിയിരിക്കുന്നു. അത് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയാണെങ്കിലും മുൻപത്തെ ആരോഗ്യമന്ത്രിയാണെങ്കിലും PR എക്സൈസിനപ്പുറം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ട ഒരു അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിൽ സമ്പൂർണ്ണമായി 10 വർഷക്കാലം പരാജയപ്പെട്ടു. അതുകൊണ്ട് തന്നെ പിണറായി വിജയന്റെ ഈ 10 വർഷക്കാലത്ത് ആരോഗ്യരംഗം അതൊരു ഇരുണ്ട കാലഘട്ടമായി, പിണറായി വിജയന്റെ ഭരണകാലത്തെ കേരളത്തിലെ ആരോഗ്യരംഗം ഒരു ഇരുണ്ട കാലഘട്ടമായി രേഖപ്പെടുത്തുന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതുകൊണ്ട് ഈ ഇരുണ്ട കാലഘട്ടം ഇനി തിരിച്ചു വരല്ലേ എന്നാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്.